നാളെയാണ് അവളുടെ കല്യാണം. അവളുടെ ഈ വേർപാട് 100 വർഷത്തേക്കുള്ള ശാപം പോലെയാണ് തോന്നുന്നത്. കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടുന്ന് പോകുന്നത്. സീതരാമനെ കല്യാണം കഴിച്ചതുകൊണ്ട് രാമായണമുണ്ടായി. എന്നാൽ നമ്മുടെ വീട്ടിലെ സീതയോ രാവണനെ തേടിയാണ് പോകുന്നത്. ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ആരാടാ അവൻ? എത്ര പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെയാണല്ലോ പോയത്. മഹാലക്ഷ്മി എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല ഗീത. അവളില്ലാണ്ട് എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. സ്നേഹിച്ചാളെ ഇട്ടിച്ചു പോയാല് ആ വേദന എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം. നിന്റെ പ്രണയം ഉറപ്പായിട്ടും വിജയിക്കും. നീ വിഷമിക്കാതിരിക്കേ. മഹാലക്ഷ്മി എന്നെ ഇട്ടിട്ട് പോയേക്കുവെന്ന് എനിക്ക് പേടിയായിട്ടുണ്ട് ഗീത. അവളെ അമ്മാവനെ എതിർത്തിട്ട് നീ മഹാലക്ഷ്മി വിളിച്ചാൽ അവൾ നിന്റെ കൂടെ ഇറങ്ങി വരൂ രാജാ. എന്തടാ രാജ ഇത്? ഇങ്ങനെ കരഞ്ഞ പ്രശ്നം തീരുവോടാ? എടാ അളിയ, വെറുതെ വിഷമിക്കല്ലേ. മഹാലക്ഷ്മി എങ്ങനെ കല്യാണം കഴിക്കണം ആദ്യം ആലോചിക്കേ. വിഷമിക്കാതിരിക്കേ. നിങ്ങളുടെ സ്നേഹം ഉറപ്പായിട്ടും വിജയിക്കും. വേറെ ഒന്നിനെ പറ്റി ആലോചിക്കണ്ട. എടാ, നിന്റെ അച്ഛന് വിവരമില്ല. നിനക്കെന്താ പറ്റിയേ? ഓ മമ്മി, വാട്ട് ഹാപ്പൻഡ്? നാളെ എനിക്കും മഹാലക്ഷ്മിക്കും കല്യാണം. അത് നടന്നില്ലെങ്കിലോ? തീർച്ചയായും നടക്കും. അവൻ നമുക്ക് വാക്ക് തന്നതാ. പേടിക്കേണ്ട ഒരാവശ്യമില്ല. വാക്ക് തന്നത് വലിയ മുതലാളി മാത്രമാണ്, മഹാലക്ഷ്മി അല്ല. ആ വലിയ മുതലാളിയുടെ വാക്ക് വേറെ, മഹാലക്ഷ്മിയുടെ പ്രേമം വേറെ. അവൾ വാക്കിനേക്കാൾ വലുത് പ്രേമമാണെന്ന് വിചാരിച്ചാല് നീ എന്തൊക്കെയാ പറയുന്നേ? ആദ്യം അവളുടെ പ്രേമത്തെ കൊന്നിട്ട് അതിനുശേഷം വെച്ചോ നിങ്ങളുടെ ആഘോഷമെല്ലാം. നീ അങ്ങോട്ട് പോടാ. എനിക്കെന്ന് പറയാൻ എന്താടാ ഉള്ളേ? എന്റെ അച്ഛനോ അമ്മയോ ഇല്ല, ഇപ്പൊ എന്നെ പ്രേമിച്ചവളും ഇല്ല. എനിക്കെന്ന് പറയാൻ സ്വന്തമായിട്ട് ആരും തന്നെ ഇല്ലടാ ഇപ്പോ. ഞാനൊരു അനാഥനല്ലേ. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഞങ്ങൾ ഒരിക്കലും നിന്നെ അനാഥനായി കണ്ടിട്ടില്ല. ആ പെണ്ണ് നിന്നെ വിട്ടിട്ട് പോയെന്ന് കരുതി നീ ഞങ്ങളെ വിട്ടിട്ട് പോകാൻ പോവാണോ? നിനക്കും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്നാണോ? ഞാൻ അങ്ങനെയല്ലടാ പറഞ്ഞത്. മരിക്കാനായിട്ടുള്ള ധൈര്യവും ഇല്ല, ജീവിക്കാനായിട്ട് ആഗ്രഹവും ഇല്ല. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. നീ വെറുതെ ഓരോന്ന് പറയണ്ട. ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്താ നടന്ന്? ഇനി എന്താ നടക്കാനുള്ള ചേട്ടാ? ഇനി കുറച്ചു നേരത്തെ മഹാലക്ഷ്മിക്ക് കല്യാണവാ. ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് വേറെ ആരോ കയറിയിരിക്കും. അതിനേക്കാൾ വലിയ കഷ്ടം വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും പോയി നേരിട്ട് സംസാരിക്കാം. വേണ്ട ചേട്ടാ. ദൈവം മുകളിൽ താഴെ ഇറങ്ങി വന്നാൽ എല്ലാരും നന്നായിട്ടിരിക്കുമെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ അതിനൊരു സാധ്യതയും ഇല്ലല്ലോ. എന്നെ ഇവിടെ നിങ്ങൾ വിട്ടേക്ക്. നീ ഈ സമയത്ത് എങ്ങോട്ട് പോകുന്ന ഈ പറയുന്നേ? അവളുടെ ഓർമ്മകൾ ഒരിക്കലും വരാത്ത ഒരു ദൂരത്തിലോട്ട്, അവളുടെ കല്യാണമേളം കേൾക്കാത്ത ഒരു ദൂരത്തിലോട്ട് ഞാൻ പൊക്കോളാം ചേട്ടാ. എന്നെ വിട്ടേ.
നീ എങ്ങോട്ടായി പോകുന്നത്? പ്രേമത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ തയ്യാറായവനാ നീ. ഇതിൽ കൂടുതൽ യോഗ്യത നിനക്ക് എന്താ വേണ്ടേ? എല്ലാ സൗകര്യങ്ങളോടും കൂടി മഹാലക്ഷ്മി, നാട് വിടുന്നത് നീ. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ഞാനല്ലേ? അതിന്റെ ഫലമാണിത്. മഹാലക്ഷ്മിയുടെ മനസ്സ് മനസ്സിലാക്കാതെ വാക്കുകൊടുത്ത് തെറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് കുട്ടിയായിരുന്നപ്പോഴേ ഞാൻ മഹാലക്ഷ്മിക്ക് വാക്ക് കൊടുത്തതാ. പക്ഷെ ഞാനെപ്പോഴും അത് മറന്നുപോയി. ആ പാവം പെണ്ണിപ്പടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അവൾ എന്നോട് ഒരു കാര്യം പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതാദ്യമായിട്ട് അവൾക്ക് നിന്നെ വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത തെറ്റിന്റെ ആഴം. ദൈവം ഒരിക്കലും നമുക്ക് വേണ്ടി ഇറങ്ങി വരില്ല. പക്ഷേ ദൈവം മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ എല്ലാവരും നന്നായിട്ടിരിക്കുമെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ അത് നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരിക്കൽ ദൈവം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ മനുഷ്യന് നല്ലത് മാത്രമേ നടക്കൂ. നീ വാ, ആ അതിശയം മഹാലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കാം. നീ വന്ന് വണ്ടിയെ കയറ. മഹാലക്ഷ്മിയെ നിനക്ക് വേണോടാ കഴിവരുടെ മോനെ? അവനെ വാടാ വാ. ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ തീർക്കൂടാ. നിന്നെ പോയിട്ട് അവൻ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കണം.
അടി. ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? നീയും ഞാനും ഒരു ജാതിയാണെന്ന് പറഞ്ഞതല്ലേ? അവനെ വിട്ടേക്ക. എന്റെ ഈ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം എന്റെ മകനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. വാക്ക് തെറ്റിച്ചിരിക്കുന്നു മുതലാളി. പിടിക്ക്. ഇപ്പോഴെന്താ അമ്മ ഇവിടെ തന്നെ നിൽക്കുന്നത്? സമയായില്ലേ, വരൂ. അമ്മാവൻ നമുക്കായിട്ട് അവിടെ കല്യാണ മണ്ഡപത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. പോകാം, വരൂ. അമ്മായി, അമ്മാവന്റെ വാക്ക് നിറവേറ്റാൻ പോന്നെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷമായിട്ടിരിക്കുമ്പോ അമ്മായി എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്ക് വേണ്ടി ഒരേ ഒരു മണിക്കൂർ ചിരിച്ചുകൊണ്ടിരിക്കും അമ്മായി. എന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോണം. പറയൂ അമ്മായി, കൂട്ടിയിട്ട് പോവില്ലേ? ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് അമ്മായി. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളായിട്ട് ജനിക്കണം. എന്റെ വിഷമം നീ മനസ്സിൽ ഒളിപ്പിച്ച് ചിരിച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കുകയാണ് മോളെ നീ. നിന്നെ കൊഞ്ചിച്ച് വളർത്തിയ ഈ കൈ കൊണ്ട് തന്നെ നരകത്തിലേക്ക് തള്ളിവിടാനാണ് മോളെ നീ പറയുന്നത്. ശരി മോളെ, പോവാ. നീ ആഗ്രഹിച്ചല്ലേ മോളെ, ഇന്ന് എടുത്തോ. അയ്യോ മുതലാളി, എന്ത് പറ്റി? അയ്യോ മുതലാളി, എന്താ പറ്റിയ നിങ്ങൾക്ക്? എന്താ പറ്റിയത് മുതലാളി? എന്ത് പറ്റി? എടാ വണ്ടി റെഡിയാക്ക്, മുതലാളിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ശരി, വേണ്ട. എന്റെ പൊന്നുമോള, നീ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. നിന്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ വാക്ക് കൊടുത്തുപോയി. ഞാൻ കാരണം നിന്റെ കണ്ണ് നിറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കില്ലേ മോളെ? നെഞ്ചോട് ചേർത്ത് വളർത്തിയ നിന്നോട് എനിക്കെങ്ങനെയാ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ തോന്നിയത്? നീ എന്നെ അമ്മാവാന്ന് വിളിക്കുന്ന ഓരോ വിളിയും എന്റെ കാതിൽ അച്ഛ എന്നാണ് വീണിരുന്നത്. ഗായത്രി, അസുരനായ രാവണന്റെ വീട്ടിലേക്ക് എന്തിനാ പറഞ്ഞയക്കുന്നെന്ന് ചോദിച്ചില്ലേ? നമ്മൾ പറഞ്ഞു വിടുന്നതിന് മുൻപ് തന്നെ സീത രാമനെ തേടി പോകുമെന്ന് ഞാൻ കരുതിപ്പോയി ഗായത്രി. പക്ഷേ ഈ അമ്മാവന് വേണ്ടിയിട്ട് ഇവള് പോയില്ല. രാമൻ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്പെടുത്തത്. ഏത് കാര്യത്തിനും ഒരു അവസാനം ഉണ്ടായല്ലേ പറ്റൂ.
എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഒരു സങ്കടവും വരുത്താതെ നീ നോക്കണം. ശരി സാർ. അമ്മാവാ, ഹോസ്പിറ്റലിൽ പോവാ അമ്മാവാ. നിന്റെ കണ്ണീര് നിൽക്കാതെ നിന്റെ അമ്മാവന്റെ ശരീരത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ നിൽക്കില്ല മോളെ. നിന്റെ സന്തോഷത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാനുള്ള ഈ ഭാഗ്യം വേറെ ആർക്ക് കിട്ടും മോളെ? ഈ ജന്മത്തിലെ ഏറ്റവും മഹാപുണ്യമാണ് എനിക്കത്. നിന്റെ വയറ്റിൽ പിറക്കുന്ന കുഞ്ഞിന് നീ എന്റെ പേരിടണം.